മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു കൊല്ലുവാൻ ശ്രമിച്ച MC. അച്ഛനില്ലാതെ വളർന്ന മകൾ MC-യെ കൂലിപ്പണിയെടുത്താണ് അമ്മ ചിന്നമ്മ നോക്കിയിരുന്നത്. വളർന്നപ്പോൾ ആ നാട്ടുകാരൻ തന്നെയായ ശശിക്ക് MC-യെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഈ ബന്ധത്തിൽ 3 കുട്ടികളുമുണ്ടായി. വിവാഹം കഴിഞ്ഞ നാൾ മുതൽക്കു തന്നെ മദ്യപനായ ഭർത്താവ് ശശി MC-യെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. കൂലിപ്പണി ചെയ്തു കിട്ടുന്ന പണം മുഴുവൻ ശശി മദ്യപാനത്തിനും മറ്റ് ചൂതാട്ടങ്ങൾക്കും ഉപയോഗിക്കും. രാത്രി വീട്ടിൽ കയറി വന്ന് ഭാര്യയെയും 3 മക്കളെയും അത് ക്രൂരമായി പീഡിപ്പിക്കും. 2014 ജൂൺ മാസം 27-ന് രാത്രിയിലാണ് MC-യെ ശശി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലുവാൻ ശ്രമിച്ചത്. പൊള്ളലേറ്റുകിടന്ന MC-യെ നാട്ടുകാർ ആശുപത്രിയിലാക്കുകയും ജനസേവാ ചെയർമാൻ ജോസ് മാവേലിയെ വിവരമറിയിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിയ അദ്ദേഹം വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും പിന്നീട് സുഖം പ്രാപിച്ച MC-യുടെയും 3 മക്കളുടെയും സംരക്ഷണം ജനസേവാ ശിശുമാൻ ഏറ്റെടുക്കുമെന്നും അറിയിച്ചു. നാലോ 5 കുട്ടികളെ വെച്ചിട്ടാണ് ഈ ജനസേവ എന്ന് പറയുന്ന സ്ഥാപനം ശ്രീ ജോസ് തുടങ്ങിയത്. അന്നും കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, സന്മനസ്സുള്ള കുറേ നല്ല മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനം വളർന്നു.